എനിക്ക് 3 വീടുണ്ടായിരുന്നു. ഒരു വീട് വിറ്റു. ഞാൻ സിനിമ ചെയ്യാൻ എല്ലാവരും എൻ്റെ ചുറ്റുള്ളവർ ഓക്കെ ആയിരുന്നു. എല്ലാവരും എതിർത്തു. പക്ഷേ എതിർക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പോലത്തെ ഒരു മനുഷ്യനെ എതിർക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു തീരുമാനം എടുത്തോ, നിങ്ങൾ തോക്കി കൊണ്ടി വന്ന് ഇപ്പം നിങ്ങളെ കൊല്ലുന്നതാണ് ഈ ഒന്നേക്കെന്ന് ഞാൻ പറയും. എൻ്റെ മാരേജ് ആണെങ്കിൽ അത് കുളമാവാം. ഇതോടെ പിന്നെ ഞാൻ ഒറ്റയായി. സന്തോഷമായിട്ട് ദൈവങ്ങളെ ശരിക്കും പരീക്ഷിക്കുന്നു. എന്ത് തന്നെ വന്നാലും കിട്ടുന്നതിൻ്റെ 50% ഞാൻ മറ്റുള്ളവർ കൊടുത്തിരിക്കും. 5 പൈസ പോലും നമ്മൾ ഇതിൽ കാണുന്നതിലൂടെ ആ പാവം 250 കോടി ചിലവാക്കി ആ മനുഷ്യനെ കിട്ടുന്നില്ല. അതെ അതെ. അച്ഛനെ കൊടുത്തൊരു വാക്ക് സന്തോഷ് പണ്ഡിറ്റിൻ്റെ മരണം വരെ പാലിക്കാൻ പറ്റുമോ? അത് എനിക്കും കൺഫ്യൂഷനുണ്ട്. അതിനുശേഷം മലയാളി ഹൗസ് എന്നാണ് ഒരു സൂര്യ ടിവിയുടെ പരിപാടി. 26 ലക്ഷം രൂപ കിട്ടി. നിങ്ങൾ വെറും സ്റ്റിൽ ഫോട്ടോസ് ഫാസ്റ്റായിട്ട് അടിക്കുമ്പോൾ കാണുന്നത് തന്നെയാണ് സിനിമ. അതായത് സിനിമ എന്ന് പറഞ്ഞാൽ വീഡിയോ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അപ്പോൾ നമ്മൾ പുതിയ പുതിയ തന്ത്രങ്ങൾ അവിടെ പയറ്റേണ്ടിയിരിക്കുന്നു. മലയാളികളെ പഠിക്കേണ്ടിയിരിക്കുന്നു. ചെസ്സിലെ ഒരു മൂവ്മെൻറ്റ് വെക്കുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. നിങ്ങളുടെ എതിരാളിയുടെ 8 മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു പോകണം. സന്തോഷ് പണ്ഡിറ്റ് മലയാളികളെ പഠിച്ചു. സന്തോഷ് പണ്ഡിറ്റ് ഇവിടുത്തെ ചാനലുകാരെ പഠിച്ചു. ഇവരിതാണ്. അങ്ങനെയാണ് ഞാൻ ഈ 5 ലക്ഷം സിനിമ വിളിക്കുന്നത്. അതായത് ഫണ്ട് സോഴ്സ് ചെയ്തത് എനിക്ക് 3 വീടുണ്ടായിരുന്നു. ഒരു വീട് വിറ്റു. അപ്പം അവിടെ കുറേ എതിർപ്പുണ്ടായി. അല്ല എന്താണ് എൻ്റെ ചുറ്റുമുള്ള അതിലുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സിനിമ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്, അത് പേര് മാത്രമായിരുന്നു മനസ്സിലുള്ളത്. പേര് പ്രശസ്തി വേണം. 3 നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയുണ്ട്. പിന്നെ അതാണ് ഞാൻ നേരത്തെ കൂടെ പറഞ്ഞത്. എനിക്ക് ആ വീട് വിൽക്കുമ്പോഴോ എന്നോട്, അതായത് ഒരാൾ പോലും ഞാൻ സിനിമ ചെയ്യാൻ എല്ലാവരും എൻ്റെ ചുറ്റുള്ളവർ ഓക്കെ ആയിരുന്നു. കാരണം എനിക്കിങ്ങനെ ചെറിയൊരു ഭ്രാന്തുണ്ടെന്നുള്ള അത്യാവശ്യം അറിയാം. അങ്ങനെ അങ്ങനെ സിനിമകളെക്കുറിച്ച് ഇങ്ങനെ പറയലൊന്നുമില്ല. എന്നാലും സന്തോഷം ചെയ്താൽ അയാൾക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ സ്റ്റോറി ചെയ്താലുള്ള കഴിവുണ്ട്, എന്തൊക്കെയോ ഒരു കഴിവുണ്ട് ഇയാൾക്ക് എന്നുള്ളൊരു തോന്നൽ ചുറ്റുള്ളവർക്കുണ്ട്. കുഴപ്പമില്ല. പക്ഷെ സ്വന്തം വീട് വിറ്റൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ഓവറായിട്ടാണ് ആളുകൾക്ക് തോന്നിയത്. ആരും എതിർക്കാൻ വന്നില്ല. എല്ലാവരും എതിർത്തു. പക്ഷേ എതിർക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പോലത്തെ ഒരു മനുഷ്യനെ എതിർക്കുക എന്നൊക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ സിമ്പിളി എൻ്റെ ഒരു കേസിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലോകത്താര് വന്ന് പറഞ്ഞാലും ഞാൻ അതേ ചെയ്യുള്ളൂ. ഞാൻ മുന്നേ നോക്കുന്ന പരിപാടിയേ ഇല്ല. ഞാൻ പറഞ്ഞു ശരി, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ അത്രയും ശ്രദ്ധിച്ചെടുക്കുകയുള്ളൂ. അത് ഇത് നല്ല ഏത് കാര്യത്തിലായാലും ഇങ്ങനെ വേണോ അതിൻ്റെ പ്ലസ് മനസ്സൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു തീരുമാനം എടുത്തോ, നിങ്ങൾ തോക്കി കൊണ്ടി വന്ന് ഇപ്പം നിങ്ങളെ കൊല്ലുന്നതാണ് ഈ ഒന്നേക്കെന്ന് ഞാൻ പറയും. എടുക്കുന്ന തീരുമാനത്തിന് മാറ്റം വരുന്ന പരിപാടി. ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഉറച്ച തീരുമാനം. ഞാൻ എല്ലാവരോടും പറഞ്ഞു, മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ സന്തോഷ് പണ്ഡിറ്റ് മരിച്ച് നരകത്തിലോ സ്വർഗത്തിലോ പോകുമ്പോൾ 3 വീടും കൊണ്ട് ഏറ്റിപ്പോകണ്ട. 2 വീടുണ്ടല്ലോ. മനസ്സിലായില്ലേ? എനിക്ക് അച്ഛൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, മരിക്കുമ്പോൾ നീ അച്ഛനെയോ അവനെയോ ഭാര്യനെയോ മക്കളെയൊന്നും ഞാൻ കൊണ്ടുപോകില്ല, പൈസയും കൊണ്ടുപോകില്ല. നീ ആകെ ഇവിടെ വല്ല പുണ്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൊണ്ടുപോകും. പുണ്യം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാളെ സഹായിക്കുകയും അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം ഭാവിയിൽ പ്രതീക്ഷിച്ചാൽ നീ അത് ചെയ്യുന്ന പുണ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ബിസിനസ് എന്നാണ് പറയാം. നീ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന, ആ കുട്ടി കളക്ടറായി, പിന്നീട് നീ കുറേ തരികിട നടത്തിയിട്ട് ആ കുട്ടിയോട് വന്നിട്ട് നിന്നെ ഞാനല്ല കളക്ടറാക്കി, അതെനിക്ക് ചെയ്ത് അത് ചെയ്താൽ എൻ്റെ ലോറി അവിടെ പിടിച്ചിട്ട് നീ ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞാൽ പുറമേ നോക്കിയാൽ നമ്മളാണോ പഠിപ്പിച്ചത്, നമ്മൾ തന്നെയാണ് പഠിപ്പിച്ചത്. ഇതൊന്നൊരു പുണ്യത്തിൽപ്പെടില്ല. നീ ഒരു കാര്യം ചെയ്ത് അവിടെ വെച്ച് കട്ട് ചെയ്യണം. അതായത് അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്നതിനൊന്നല്ല പുണ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്യൂട്ടിയാണ്. യു ഹാവ് ടു ഡു ഇറ്റ്. നീ പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫിഷ് അല്ലാതെ നീ ചെയ്യുന്ന കാര്യങ്ങളാണ് പുണ്യം എന്ന് പറയാം. ആ പുണ്യം മാത്രമേ നീ കൊണ്ടുപോകും. വീട് കൊണ്ടുപോകില്ല എന്ന് എനിക്ക് കൃത്യമായി അച്ഛൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞു. ഈ കഥയിൽ ഇപ്പോൾ പിന്നെ സന്തോഷം വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റർ മാരീഡാണ്. എൻ്റെ മാരേജ് ആണെങ്കിൽ അത് കുളമാവാം. ഇതോടെ പിന്നെ ഞാൻ ഒറ്റയായി. അപ്പോൾ ഇനിയിപ്പോൾ ഡിസിഷനൊക്കെ ഞാൻ തന്നെ എടുക്കണം. അല്ല എനിക്കപ്പോൾ അങ്ങനെ തീർക്കാനില്ല. ഇപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പോലും എൻ്റെ പേരിലുള്ള സ്ഥലമാണ്, ഞാൻ വിൽക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തീരുമാനമാണ്. അതിലൊന്നും ആര് പറഞ്ഞാലും ഞാൻ കേൾക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അഭിപ്രായം അതെ. അതായത് ഞാൻ ചെറുപ്പം മുതൽ എല്ലാവരും പറയുന്നത് സജഷൻ, സെലക്ഷൻ. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏത് കാര്യത്തിൻ്റെ ഒരാൾക്ക് സാർ എൻ്റെ അഭിപ്രായമാണ് ഇങ്ങനെ ചെയ്താൽ നല്ലത്, ദാറ്റ് ഈസ് സജഷനാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചെയ്തിരിക്കണം, അങ്ങനെ ചെയ്താലേ അത് വരുള്ളൂ. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഇങ്ങനെ പറയുന്നതിനാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഭൂമിയിൽ ഒരാളെ കാര്യത്തിൽ ഒരാൾ ഇടപെടാൻ പാടില്ല. അത് ഭാര്യയുടെ ഭർത്താവിൻ്റെ കാര്യത്തിലായാലും ഇല്ലേ, ഇങ്ങനെ തന്നെ ഭർത്താവ് നടന്നിരിക്കണം, ഇങ്ങനെ തന്നെ ഭാര്യ നടന്നിരിക്കണം, ഇങ്ങനെ തന്നെ ഒരു ചിന്തിച്ചിരിക്കണം. അത് നിങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറി സെലക്ഷനിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഒരു പരിപാടിയാണെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും മാഡത്തിനോടൊരു മാഡം ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും, എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. പക്ഷേ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ തന്നെ വേണം. ഒരു സിനിമയാണ് ഇങ്ങനെ തന്നെ വേണം, എന്നാലേ സഹായിക്കും എന്ന് പറയുമ്പോൾ ഈ പ്രശ്നമാണ്. അപ്പോൾ സന്തോഷം വേണ്ടിയിട്ട് ഒരിക്കലും ഒരാളെ കാര്യത്തിലും ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ സജഷൻസ് പറയാറുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യം അമ്മേൻ്റെ പറ്റി നിന്ന് ഇറങ്ങിയവരും എല്ലാവർക്കും വിവരം ഉണ്ടാവണമെന്നില്ലല്ലോ പല കാര്യങ്ങളിലും. അപ്പോൾ നമ്മൾ പറയും എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം, നിങ്ങൾ അടുത്തൊരാൾ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുക,
പക്ഷേ ആ വ്യക്തിയുടെ ഡ്രൈവിംഗ് ഭയങ്കര ബോറാണ്, നിങ്ങൾക്ക് അവിടെ എത്തുമെന്ന് പോലും ഉറപ്പില്ല. പക്ഷെ എന്നാൽ പോലും സന്തോഷപ്പെട്ടിട്ടാണ് ആ വ്യക്തിയെങ്കിൽ ഞാൻ പറയും, ഞാൻ ഒന്നും കൂടി ചിരിച്ചിട്ട് വരും, ചേട്ടാ ഒരു അഭിപ്രായമാണ്, നമ്മളിങ്ങനെ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ക്ലച്ച് ഫുള്ളായിട്ടൊന്നും കൂടെ അമർത്തിയാൽ കുറച്ചുകൂടി നന്നാവും. അങ്ങനെ അയാൾക്കൊരു ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയണം. അങ്ങനെ അപ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേട്ടല്ലോ, അത് ഇങ്ങനെ നമ്മൾ ഫുൾ കുറച്ചുകൂടി നിങ്ങൾ ചെയ്ത് കറക്റ്റാണ്, എന്നാലും അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിക്ക് അല്ലാണ്ട് എന്നൊക്കെ ആരുടെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതെന്നാണ് സത്യം പറഞ്ഞ ഉള്ളിൽ വരുന്നത്. പക്ഷേ ഈ രീതിയാണ്, അതാണ് സജഷനും സെലക്ഷനും. അപ്പോൾ ഈ ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു ചെയ്യരുത്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ പേരുള്ള സ്ഥലമാണ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. നിങ്ങൾ പറഞ്ഞ അഭിപ്രായമൊക്കെ പറഞ്ഞു, ഞാൻ മനസ്സിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങ് വീട് വെക്കുകയാണ്. അപ്പോൾ ഈ വീട് വെക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ലക്ഷ്മി സർച്ച് രാജകൊണ്ട് എന്ത് ചെയ്താലും വിജയിക്കുന്നൊക്കെ എല്ലാ അച്ഛൻ പറഞ്ഞിരുന്ന പിന്നെ ഒന്ന് പരീക്ഷിക്കാം. അതായത് നിങ്ങൾ ഇത്രയും കാലം വായിച്ച എല്ലാ പുസ്തകങ്ങളിലും, നമ്മൾ എത്രയോ പുസ്തകങ്ങളിലുണ്ട് ദൈവം മനുഷ്യനെ പല രീതിയിലും പരീക്ഷിക്കുന്നതായിട്ടുള്ളൊരു, നിങ്ങളൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യനെ പല രീതിയിൽ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥയൊക്കെ എടുക്കുമ്പോൾ തന്നെ പല കഥകൾ, നിങ്ങൾ പഴയ കഥകളിലൊക്കെ ഇങ്ങനെ ദൈവം ഇടയ്ക്കിടയ്ക്ക് വരികയും ഇത് മനുഷ്യനിട്ട് പണി കൊടുക്കൽ ഇവൻ്റെ ഭക്തി എത്രയുണ്ട് നോക്കട്ടെ. പക്ഷേ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ജീവിതത്തിൽ നേരെ തിരിച്ചാണ്. സന്തോഷ് പണ്ഡിറ്റ് ചെറുപ്പം മുതൽ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരും സന്തോഷ് പണ്ഡിറ്റ് ദൈവങ്ങളെ ശരിക്കും പരീക്ഷിക്കുന്നു. കാരണം ഇത് ശരിയാണോ എന്നറിയാൻ ഞാൻ അങ്ങോട്ടാണ് പലതും ചെയ്തു നോക്കുന്നത്. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ബ്രഹ്മാവിൻ്റെ ഇത് അച്ഛൻ ഒരു നിങ്ങൾക്കൊരു ഇതിന് വേണ്ടിയാണോ എങ്കിൽ അതിൽ ഒരു പരീക്ഷണ സന്തോഷത്തിൻ്റെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, എല്ലാത്തിലും സക്സസ്ഫുൾ ആണ്. ഇന്ന് വരെ സക്സസ്ഫുൾ ആണ്. നാളെ എനിക്കറിയില്ല. അതായത് ഇപ്പോൾ 11 സിനിമയും എനിക്ക് കൈ പൊള്ളിയിട്ടില്ല. ആദ്യ സിനിമ സൂപ്പർ ഹിറ്റ്, ബാക്കിയെല്ലാം എനിക്ക് ആവറേജ് ആയിട്ട് തന്നെയാണ് പോയത്. എന്നാലും എനിക്ക് കൈ പൊള്ളുന്നില്ലല്ലോ. 2011 പല കുട്ടികളെയും അങ്ങനെ ചെറിയ രീതിയിലായാലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന കിട്ടുന്ന ലാഭമൊക്കെ അങ്ങനെയാണ് കൊടുക്കുക. കാരണം വീണ്ടും അതൊക്കെ അവിടുത്തെ അച്ഛൻ്റെ തിയറികളാണ്. എന്ത് കിട്ടിയാലും പകുതി 50 കൊടുക്കണം, മറ്റുള്ളവരെ പോലെ എടുക്കും. ഈ ജോലി ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്, അതൊരു റെഗുലർ ഇൻകം ആയിരുന്നു അല്ലേ? അപ്പം ഇവിടെ എന്ന് പറയുമ്പം എല്ലാ വർഷവും ഓരോ സിനിമകൾ വരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂസ് വരും, പിന്നെ അങ്ങനെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ കോസ്റ്റ് കവർ ചെയ്യുന്ന പ്രോഫിറ്റ് തന്നെ വരുന്നുണ്ടോ? തന്നെ വരും. അതൊന്ന് സിനിമയിൽ നിന്ന് വരുന്ന തന്നെ എടുത്തിട്ട് നമുക്ക് അടുത്ത സിനിമ ചെയ്യാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ബാക്കിയെല്ലാം വരുന്നത് ചാരിറ്റി, കൂടുതലും ഇനോഗ്രേഷൻ, ഇൻ്റർവ്യൂസൊക്കെ കിട്ടുന്നിടത്ത് ചെയ്യും. എന്ത് തന്നെ വന്നാലും കിട്ടുന്നതിൻ്റെ 50% ഞാൻ മറ്റുള്ളവർ കൊടുത്തിരിക്കും. അപ്പോൾ അത് ഞാൻ എൻ്റെ അച്ഛനെ കൊടുത്ത ഒരു വാക്കാണ്. മരിക്കുന്നന്ന് വരെയും സന്തോഷ് പണ്ഡിറ്റ് എന്ന മനുഷ്യനെ എന്ത് കിട്ടുകയാണെങ്കിലും പകുതി സമൂഹത്തിന് കൊടുക്കണം. അച്ഛൻ അതിൽ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞ കാര്യമാണ്. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ കാണണമെന്ന് വെച്ചാൽ സന്തോഷ് പണ്ഡിറ്റ് പ്ലസ് ബ്രാക്കറ്റിൽ 770 കോടി ജനങ്ങൾ, ഇവിടുത്തെ മൃഗങ്ങൾ, സസ്യങ്ങൾ. സന്തോഷ് പണ്ഡിറ്റ് ഒറ്റയ്ക്ക് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഇത്രയും പേർക്ക് കൊടുത്തിരിക്കണം. ഇവർ കൂടെ, അല്ലാണ്ട് നിൻ്റെ മികവ് കൊണ്ടല്ല. ഇപ്പോൾ ഇന്ത്യയിൽ നീ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നത്, ഇവിടെ പണ്ട് കുറേ സ്വാതന്ത്ര്യ സേനാനികൾ അവരുടെ ജീവൻ കളഞ്ഞത് കൊണ്ടൊക്കെയാണ്. നിങ്ങളൊരു എക്സ്റേ എടുക്കുന്നു, നിങ്ങൾ ലാബിൽ 200 രൂപ കൊടുത്തു, ഞാൻ പൈസ കൊടുത്തല്ലോ എന്നാണ് നമ്മൾ പറയുക. അച്ഛൻ പറയുന്നത് ആ ഇങ്ങനെ ഒരു എക്സ്റേ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ച കുറച്ച് മനുഷ്യന്മാരുണ്ട്. സ്വന്തം ജീവൻ കളഞ്ഞവനാണ് അവർ. അവൻ അന്ന് ആ ജീവൻ കളഞ്ഞത് കൊണ്ടാണ്, അല്ലാതെ നീ ഇപ്പോൾ ലാബിൽ പോയി 200 രൂപ കൊടുത്തോണ്ടല്ല. അതേപോലെ മൊബൈൽ കണ്ടുപിടിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവനെ നിങ്ങളിപ്പോൾ വാങ്ങുന്ന ഈ മൊബൈൽ കൊണ്ട് അവന് ചിലപ്പോൾ ചിലപ്പോൾ 1 രൂപ പോലും ഗുണം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ 250 കോടിക്ക് ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നു, നിങ്ങൾ അത് ഏതോ ഒരുത്തൻ ടെലഗ്രാമിൽ അയച്ചു തരുന്നു, നമ്മളതിരുന്ന് കാണുന്നു. 5 പൈസ പോലും നമ്മൾ ഇതിൽ കാണുന്നതിലൂടെ ആ പാവം 250 കോടി ചിലവാക്കി ആ മനുഷ്യനെ കിട്ടുന്നില്ല. എന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് പോരാ, അതിൽ ആ സീൻ ഇങ്ങനെയല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡയലോഗിക്കുന്ന 1 രൂപ പോലും ഒരു മനുഷ്യൻ. അപ്പോൾ എന്നോട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഏത് നേട്ടങ്ങൾക്കും യഥാർത്ഥത്തിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ പൈസ, അമ്മയുടെ പൈസ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒക്കെ പിന്നിൽ അല്ലേ, ഇപ്പം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഈ അച്ഛനും അമ്മയും ഇതേപോലെ വളരെ പൈസ അനാവശ്യമായി ഉപയോഗിച്ച് അല്ലെങ്കിൽ പണം നശിപ്പിച്ച് വെള്ളമടിച്ചാണ് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വീട് കിട്ടില്ല. നമുക്ക് സിമ്പിളായിട്ട് അച്ഛൻ തന്ന വീടാണ് അല്ല, നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ പറയുന്ന അച്ഛൻ എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടും ചിലപ്പോൾ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാതെ എൻ്റെ മോനിരുന്നോട്ടെ മോക്കിരുന്നോട്ടെ എന്ന് വെച്ച് തരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ അച്ഛനും ഇതേപോലെ അച്ഛൻ്റെ അച്ഛൻ കൊടുത്തതായിരിക്കും. അപ്പോൾ ഏതിൻ്റെയും പിന്നിൽ പലരുടെയും കഷ്ടപ്പാടുണ്ട്. അല്ലാണ്ട് നമ്മൾ അമ്മേൻ്റെ വയറ്റിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇതും കൊണ്ടൊക്കെ വന്നവരല്ല. അതുകൊണ്ട് എന്ത് കിട്ടുമ്പോഴും അതുകൊണ്ട് എനിക്കൊരു ഭക്ഷണം എൻ്റെ മുന്നിൽ വെക്കുമ്പോൾ പോലും ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ആലോചിക്കാറുണ്ട് അതിൻ്റെ ആ കർഷകനെക്കുറിച്ച്.
ഈശ്വര ഈ അരി ഉണ്ടാക്കിയ കർഷകൻ ചിലപ്പോൾ ഗ്രേറ്റ്ഫുൾനെസ് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ആൾ കടം കയറി മരിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് തിരിച്ചു ചോദിക്കാം, ഇതെന്തിനാ അങ്ങനെ ചിന്തിക്കണം? നിങ്ങൾ 50 രൂപ ആ മസാല ഷോപ്പുകാരന് കൊടുത്തില്ലേ? മസാല ഷോപ്പുകാരൻ ഉണ്ടാക്കിയ അരി അല്ല അത്. അതെ അല്ല, ഇപ്പോൾ മീനെടുത്തോട്ടെ, നിങ്ങൾ ഫിഷ് വാങ്ങുന്നു, നമ്മുടെ കണക്ക് എന്താണ്? ഞാൻ അവിടെ പോയി 300 രൂപയുടെ മീൻ വാങ്ങിച്ചു, പൈസ കൊടുത്തിട്ടല്ലേ മേടിക്കുന്നത്. ഇതിലെന്ത് നന്ദി പറയാൻ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ 300 രൂപയുടെ മീൻ വാങ്ങിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആ കഷ്ടപ്പെട്ട് കടലിൽ പോയി മീൻ പിടിച്ച മനുഷ്യന് ഇപ്പോൾ ചിലപ്പോൾ 10 രൂപ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത ഈ 300 അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതിൻ്റെ ഇടനിലക്കാരനാണ് ഒരു നിശ്ചിത പൈസയ്ക്ക് എടുത്തു, അവൻ വേറെ ആൾക്ക് കൊടുത്തു. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ പോട്ടെ 30 രൂപ ആ മനുഷ്യനെ കിട്ടിയിട്ടുണ്ടാവും. 270 രൂപ ഈ ഇടനിലക്കാരനാണ് പോകുന്നത്. അപ്പം ഈ ചാരിറ്റി ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ നമുക്ക്. അത് അപ്പം ഞാൻ പറയുന്നത് നമ്മളൊരിക്കലും മറ്റുള്ളവരെ പോലെ ആവുന്നില്ല. സിനിമ എടുത്തു, 5 ലക്ഷത്തിന് എടുത്തു, പോയാൽ പോട്ടെ, അപ്പോഴും എനിക്ക് സക്സസ്ഫുൾ തന്നെയാണ് വന്നത്. അപ്പോൾ വീണ്ടും അപ്പോൾ എൻ്റെ യോഗം കറക്റ്റാണല്ലേ എന്നൊരു തോന്നൽ. അപ്പോൾ അച്ഛനെ ഞാൻ കൊടുത്തു. അപ്പം ഇനി നിങ്ങളിതിലേക്ക് വരികയാണെങ്കിൽ അച്ഛനെ കൊടുത്തൊരു വാക്ക് സന്തോഷ് പണ്ഡിറ്റിൻ്റെ മരണം വരെ പാലിക്കാൻ പറ്റുമോ? ഇത് എനിക്കും കൺഫ്യൂഷനുണ്ട്. എന്ത് കിട്ടുകയാണെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. 10 രൂപ കൊടുത്താൽ മനസ്സിൽ വെക്കണം, 5 നീ അർഹിക്കുന്നുള്ളൂ, 5 ഏതോ ഒരു പാവപ്പെട്ടവനെ നീ കൊടുത്തിരിക്കണം. ഇതൊന്ന്. അടുത്ത അച്ഛൻ പറഞ്ഞാൽ ഒരു കിണറാണെങ്കിലും നല്ല ഉറവയുള്ളൊരു കിണറാന്ന് വിചാരിച്ചു, അതിലെ മുഴുവൻ വെള്ളം വറ്റിച്ചാലും ഓക്കെ, കുറച്ച് ദിവസം കിണർ സ്ട്രഗിൾ ചെയ്യുമെങ്കിൽ അധികം വേഗാതെ പഴയ പോലെ ഉണ്ടാകും, കാരണം അതിന് ഉറവാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതേപോലെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ മനുഷ്യനെ ജനന സമയം ഈ സമയത്താണോ സന്തോഷ് പണ്ഡിറ്റ് ജനിച്ചത്? ഉറപ്പിച്ച് പറയുന്നു, നിൻ്റെ അവസാനത്തെ 1 രൂപ വരെ നീ വേണേ ആർക്കും കൊടുത്തു, വന്നുകൊണ്ടിരിക്കും, നീ പഴയതുപോലെ തന്നെ എത്തും. അപ്പോൾ ഇനി അതാണ് എൻ്റെ ലാസ്റ്റ് പരീക്ഷണമാണത്. പക്ഷെ അതൊരു ഡു ഓർ ഡൈ ആണ്. കാരണം കിട്ടുന്നതിൻ്റെ ഇതൊരു ജാതകം ശരിയാണോ എന്ന് അറിയാനുള്ള അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷണം കൂടെ നടത്തി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായി അച്ഛൻ അല്ല എന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല, അത് ശരിയാണെന്ന്. പക്ഷേ ഈ ഒരു പരീക്ഷണം നടത്തുകയും ബാക്കിയുള്ള ഒരു പരീക്ഷണം പോലെയല്ല ഈ ഒരു പരീക്ഷണം വരിക. ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, അതും കൂടെ നടത്തി നോക്കാം. ഉറപ്പിച്ച് പറഞ്ഞു, 0 എത്തിക്കോ നീ പഴയതുപോലെ തന്നെയാവും. കാരണം ലക്ഷ്മിയും സരസ്വതിയാണ് കൂടുതൽ. പക്ഷേ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ജനിച്ച ദിവസം എൻ്റെ വീട്ടിൽ കാറുണ്ട്. ആലോചിക്കണം, ഇന്ന് എൻ്റെ വീട്ടിൽ കാറില്ല. കാരണം 2018 കൊറോണ പീരീഡ് വന്നപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആരും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മന്ത്രിയല്ല, MLA അല്ല, ഞാൻ എവിടെയും ഒരു മെമ്പറും അല്ല. പക്ഷേ എനിക്കൊരു വേദന തോന്നിയിട്ടാണ്. കാരണം വെച്ചാൽ കൊറോണ പീരീഡിലൊക്കെ ഓരോ കുട്ടികളുടെ വിഷമമൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ കാറെല്ലാം വിട്ടിട്ട് ചെയ്തതാണ്. എന്നെ ആരും നിർബന്ധിച്ചില്ല. എന്നോട് ജോലി രാജിവെക്കാൻ ആരെയും പറഞ്ഞിട്ടുണ്ട്? ഇല്ല, പിന്നീട് ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് ഇപ്പോൾ അതിനുശേഷമാണ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിലൊക്കെ കിടക്കുന്നുണ്ട്, സന്തോഷ് പണ്ഡിറ്റിലോ KSRTC യാത്ര ചെയ്യുന്നു, നടന്നു പോകുന്നു. ഞാൻ അതിനുശേഷം ശരിക്കും അതിലിപ്പോൾ എല്ലാവരും പോകുന്നു, സന്തോഷ് പണ്ഡിറ്റും പോകുന്നു, എനിക്കിപ്പോൾ അതിൽ വലിയൊരു സംഭവം തോന്നുന്നില്ല. പക്ഷെ ആളുകൾ നമ്മളറിയാതെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വൈറലാക്കുന്നു. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വിസിബിലിറ്റി, എല്ലാവരുടെയും മുന്നിലൊരു സിനിമ എടുത്തു, ആ സിനിമ സക്സസ്ഫുള്ളായി യൂട്യൂബിൽ തരംഗമായി മാറുന്നു. അപ്പം നാച്ചുറലി ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു സെലിബ്രിറ്റിയുടെ ഒരു ബേസിക് ലൈഫാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അതാണ്. അല്ല, പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ഈ ഒരു തിയറി ശരിയാക്കാൻ വേണ്ടി മാത്രമാണ് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനി അതൊരു ദൈവങ്ങളുടെ പെർസെപ്ഷനിൽ ചിന്തിക്കുകയാണെങ്കിൽ ജനിച്ച അന്ന് തന്നെ ഈ മനുഷ്യനല്ല, ഒരു 3 വീട് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടി, കാറുണ്ട്. ഈ പറയുന്ന മനുഷ്യൻ ഇന്ന് കാറില്ല. ദൈവം എന്താണ് ഇനി ചെയ്യേണ്ടത്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനോഗ്രേഷൻസ് തരും. അല്ല, ലക്ഷ്മിയും സരസ്വതിയും കഴിവിൻ്റെ അനുസരിച്ച് എല്ലാം എനിക്ക് ഇട്ട് തരുന്നുണ്ട്. ആദ്യ സിനിമ നന്നായിട്ട് കളക്ട് ചെയ്തു, നിങ്ങൾക്ക് അടക്കം എല്ലാവർക്കും അറിയാം. അതിനുശേഷം മലയാളി ഹൗസ് എന്നാണ് ഒരു സൂര്യ ടിവിയുടെ പരിപാടി. 26 ലക്ഷം രൂപ കിട്ടി. എത്ര ദിവസം ഉണ്ടായിരുന്നു അതിൽ? അത് ഞാൻ 85 ദിവസത്തോളം. 26 ലക്ഷം രൂപ കിട്ടി. മുഴുവൻ മറ്റുള്ളവർക്കാണ് കൊടുത്തത്. ഇത് ദൈവം എന്താണ് ചെയ്യേണ്ടത്? 26 ലക്ഷം കൊടുക്കാനല്ലേ ഒരു മനുഷ്യനെ പറ്റുള്ളൂ. ഒരു സിനിമ പോലും നഷ്ടാക്കിയില്ല. എവിടെയെങ്കിലും ലാഭം കിട്ടുന്നവർക്ക് നാട്ടുകാർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ, കാറ് വാങ്ങിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സൂചി കുത്ത ഇടം കിട്ടണമല്ലോ. ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് കഴിഞ്ഞ സിനിമ അവസാനം ഞാൻ ഓൺലൈൻ റിലീസ് ചെയ്യലിലേക്ക് എത്തി. കാരണം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമുക്കൊരു 10-15 ലക്ഷം രൂപയെങ്കിലും വേണം. കാരണം പോസ്റ്റർ ഒട്ടിക്കൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക്. ആ പൈസ മുഴുവൻ ഈ അവസാന സിനിമ ഞാൻ ഓൺലൈനിലേക്ക് വന്നത് ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് കൊടുത്തുപോയി. അവസാനം പടം ഇറക്കാൻ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ. അപ്പം അത് മാറ്റി വെക്കണ്ടായിരുന്നു കുറച്ച്.
അതാണ് ചെറുതായിട്ട് ലേശം കുറയും. പക്ഷെ ശരിക്കും സന്തോഷം വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഇന്നിപ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിയോ തെറ്റോ ആവട്ടെ, ദൈവത്തിന് അങ്ങോട്ടിട്ട് പരീക്ഷിക്കലാണ്. ഞാൻ ഇതും വെക്കും, ഞാൻ ഇതിൻ്റെ അതും വെക്കും. നിങ്ങളല്ലേ പറഞ്ഞ ലക്ഷ്മി സർച്ച് നിങ്ങൾ പഴയ പോലെ ആക്കിയതാന്ന് പറഞ്ഞ് ശരി. കാരണം ഇത്രയും കാര്യങ്ങൾ, നല്ല ജോലി ഒരു മനുഷ്യനെ കൊടുത്തു. ഞാൻ പറയുന്നത് ആ ആംഗിളിലൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു സർക്കാർ ജോലി ഒരു മനുഷ്യനെ കൊടുത്തു, 3 വീട്. ഇതിനും കൊടുത്തൊരു മനുഷ്യൻ ഒരു ദൈവത്തിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു വിഷമോ വേദനയോ ആ മനുഷ്യൻ അറിയുന്നില്ല. ഇന്നേ വരെ ഒരു പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായില്ല. അച്ഛൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്നുള്ള വിഷമേ ഉള്ളൂ. എടാ നീ എന്താ വെച്ചാൽ ചോദിച്ചു തരും, എനിക്ക് നിങ്ങൾ ഔദാര്യം വേണ്ടാന്ന് അച്ഛനോട് പറയരുത്. എനിക്കത് ഞാൻ പൈസ ഉള്ള കാലത്ത് ഞാൻ വാങ്ങിച്ചോളൂ, എനിക്ക് നിങ്ങളത് വേണ്ടാന്ന് പറയുന്നത്. പിന്നെ അച്ഛൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇന്ന് അത് എന്തിൻ്റെ പേരിലായാലും സന്തോഷം വേണ്ടിയിട്ട് ശരിക്കും ദൈവങ്ങളെ ഇങ്ങോട്ടിട്ട് പരീക്ഷിക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ്. നീ ഒരൊറ്റ പരീക്ഷണം കൂടെ ബാക്കിയുണ്ട്. അപ്പം ഈ യൂട്യൂബ് എന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി എങ്ങനെയാണ്? കാരണം നമ്മളും എല്ലാവരും ജീവിക്കുന്ന കേരളത്തിലായിരുന്നു. പക്ഷേ സന്തോഷി എപ്പോഴാണ് യൂട്യൂബ് ഒരു വലിയൊരു വരുമാന മാർഗമാണ്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ആ സമയത്ത് എനിക്ക് സിനിമ എടുക്കണം തോന്നിയ സമയത്ത് തന്നെ ഇതിനെപ്പറ്റി അറിയാനും, അതുപോലെ ഇത് സത്യമാണോ എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ കിട്ടുമെന്ന് ആൾക്കാർ പറഞ്ഞാലും ഇത് സത്യമാണോ എന്നുള്ളൊരു സാധനം നമുക്ക് അറിയണ്ടേ. അതെങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തു? സത്യമാണ് നിങ്ങൾ പറയുന്നത്. അതായത് ആദ്യമായിട്ട് ലോഗിൻ ചെയ്തത്, അതായത് ഞാൻ പറയാം, എല്ലാ ചോദ്യവും ഉത്തരം തരാം. അതായത് ഇവിടെ വലിയ വലിയ കമ്പനികൾ പോലും സന്തോഷം വേണ്ടിയിട്ട് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും 2011 അവർ സിനിമേൻ്റെ ഒക്കെ റൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ CD DVD പിന്നെ റിംഗ് ടോൺ, ഇതൊക്കെയായിരുന്നു. റിംഗ് ടോൺ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നാൽ ഇതായിരുന്നു അവരുടെ മെയിൻ. അല്ലാതെ യൂട്യൂബിലൊക്കെ ആ കമ്പനികളൊക്കെ പിന്നീടാണ് യൂട്യൂബിലേക്ക് വരുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? പല അതേപോലെ ചില ആൽബം, ഇതൊക്കെയായിരുന്നു അന്നത്തെ 2011 ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആൽബം എടുത്ത് ഇതാക്കൽ, ഹോം സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയായിരുന്നു നിങ്ങളൊക്കെ പൊതുവിൽ കണ്ടിരുന്നത്. പക്ഷേ അതിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അല്ല, നമ്മളെ ഒബ്സർവേഷൻ മനസ്സിലായതാണ്. ഇതേപോലെ ഈ ക്യാമറയുടെ സൈഡ് സന്തോഷം വേണ്ടിയിട്ട് വരുന്ന കാലത്തൊക്കെ നെഗറ്റീവിലല്ലേ സിനിമ ചെയ്തിരുന്നത്, ഡിജിറ്റലില്ലല്ലോ. അപ്പം ഞാൻ അതായത് എനിക്ക് ചെറുപ്പത്തിലെ ക്യാമറയുണ്ട്. നമ്മൾ അത്യാവശ്യം യാത്രകൾക്ക് കൊണ്ടുവരുന്ന അച്ഛൻ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം ക്യാമറ ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ അടുത്തുള്ളൊരു ക്യാമറയായിരുന്നു Canon 5D70 എന്ന് പറഞ്ഞ ക്യാമറ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു ഡിജിറ്റലി ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അത് വികസിപ്പിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ക്യാമറ കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സ്റ്റിൽ ഫോട്ടോ എടുക്കലാണ്. മനസ്സിലായില്ലേ? ആ ഡിജിറ്റൽ ക്യാമറ യഥാർത്ഥത്തിൽ സിനിമ എടുക്കാനൊന്നല്ല, അത് ഉണ്ടാക്കിയവന് ഉദ്ദേശിച്ചതല്ല. നമ്മളത് മാറ്റുന്നതാണ്. അതിലൊരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ വീഡിയോ കൂടി എടുക്കാം. ഓക്കെ, ചിന്തിക്കണം. ഈ ഓപ്ഷനെ സന്തോഷം വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്താൽ, സന്തോഷം വേണ്ടി എന്നല്ല ഞാൻ പറയുന്നത്, ഡിജിറ്റലിനെ മാറ്റിയവരെ ശരിക്കും യഥാർത്ഥത്തിൽ ഇതൊക്കെ സ്റ്റിൽ ഫോട്ടോ ആണ്. സ്റ്റിൽ ഫോട്ടോ എടുക്കേണ്ട ക്യാമറയാണിത്. അതിലൊരു ഓപ്ഷനുണ്ട്. മറ്റേ നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് പരിചയമുള്ള ക്യാമറകളൊക്കെ നിങ്ങൾക്ക് സ്റ്റിൽ ഫോട്ടോ, ഇത് ക്യാമറയാണല്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ എടുക്കാനാണ്. പക്ഷേ സന്തോഷം അതിലൊരു ഓപ്ഷൻ കൂടെ അവർ വെച്ചിരുന്നു, ഡിജിറ്റലി ചെയ്യാം എങ്കിൽ. പക്ഷേ നമ്മൾ അവിടെയുള്ള ഫസ്റ്റത്തെ ബുദ്ധിമുട്ട് എന്താണ്? നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ, ഡിജിറ്റലി എടുക്കുമ്പോൾ അന്നൊക്കെ 2K ആണ് വരുന്നത്. 2Kയിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമാകുമ്പോഴേക്കും നിങ്ങൾ മെമ്മറി ഫുള്ളാവും. ബേസിക്കലി ആ ക്യാമറ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വീഡിയോ എടുക്കുക, സിനിമ എടുത്ത് കളിക്കാനല്ല. മാത്രമല്ല കൂടുതൽ സമയം ചെയ്യുമ്പോഴേക്കും അത് കൂടുതൽ ഹീറ്റാവും. കാരണം ഇത് അതിന് വേണ്ടിയല്ലല്ലോ, ഇത് കല്യാണമൊക്കെ ഒരു വൃത്തിക്കെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുത്തൻ ചെയ്തു വെച്ചൊരു സാധനമാണത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ സെർച്ച് ചെയ്യുന്നത്, മെമ്മറി കാർഡ് വലുത് വേണം. 16 GB ഒക്കെയാണ്. 16 GB ഒക്കെ നമ്മൾ സിനിമ എടുക്കാൻ തുടങ്ങി തീർന്നു പോകും. അങ്ങനെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് 64 GB ഒക്കെ പിടിച്ചു. ഇപ്പോഴൊക്കെ ഞാൻ 256 ഒക്കെ വേണം, കാരണം ഇപ്പോൾ 6Kയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ 256 ഒന്നും നമുക്ക് എത്തുന്നില്ല. അന്നത്തെ കാലത്ത് 64 ഒക്കെ കിട്ടിയ വലിയ കാര്യം. അപ്പോൾ ഇതിലിങ്ങനെ ഒരു സിനിമ ചെയ്യാം. പക്ഷേ ഇതിലെങ്ങനെ സംപ്രേഷണം വരും? കാരണം ഇവർ സാധാരണ എന്താണ് ഡിജിറ്റലി ചെയ്യുന്നു, ഇവരെ പ്രൊജക്ടറിലിടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെയ്ത സാധനത്തിന് MOV ഫോർമാറ്റാണ്. MOV ഫോർമാറ്റിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം? കാരണം അതൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത് നിങ്ങൾ എടുത്തൊരു സാധനം ഒരിക്കലും നിങ്ങൾക്ക് തിയേറ്ററിൽ ഇടാൻ പറ്റില്ല. അതെ അതെ. അപ്പോൾ അതായത് ആപ്പിൾ പ്രോ റെസ് 422 HQ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ കട്ട് പ്രോ, ഈ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചിട്ടില്ല, സ്വന്തമായിട്ട് പഠിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ MOV എന്ന് പറഞ്ഞ സാധനം, ആദ്യം എടുത്തിരിക്കുന്ന സാധനം ആപ്പിൾ പ്രോ റെസ് 422 HQയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇതാദ്യം നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. ഇപ്പം ചെയ്തിരിക്കുന്ന സാധനവും തിയേറ്ററിൽ കയറില്ല. മനസ്സിലാക്കണം, ഇതൊന്നും തിയേറ്ററിൽ
കാണിക്കാനേ പറ്റില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, DPX എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റണം. മനസ്സിലായില്ലേ? അതായത് ശരിക്കും സ്റ്റില്ലായിട്ട് തന്നെ വരിക. നിങ്ങൾ ഈ വെറും സ്റ്റിൽ ഫോട്ടോസ് ഫാസ്റ്റായിട്ട് അടിക്കുമ്പോൾ കാണുന്നത് തന്നെയാണ് സിനിമ. അതായത് സിനിമ എന്ന് പറഞ്ഞാൽ വീഡിയോ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് വീഡിയോ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. മുമ്പ് എന്താണ്, ഇപ്പോൾ ഇങ്ങനെ കൈവയ്ക്കുന്ന ഒരു ഷോട്ടാണെങ്കിൽ ഈ ഫോട്ടോ ഇത് ഇങ്ങനെ ഈ സെക്കൻഡിൽ 24 തവണ ഇതിങ്ങനെ ഫാസ്റ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ കൈ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് ഡിജിറ്റലും. ഇത് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഡിജിറ്റലിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഡിജിറ്റൽ DPX ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഈ സ്റ്റില്ലാണത്. അതിലുള്ള ഈ മൊത്തം സാധനങ്ങളെ ഇങ്ങനെ 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 കൊണ്ട് ഫാസ്റ്റ് അടിക്കും. യെസ്, ഇങ്ങനെ മാറ്റിയിട്ട് വേണം അവിടെ കൊടുക്കാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യ സിനിമ ചെയ്യുമ്പോൾ എന്നോട് ക്യാമറമാൻ ചോദിച്ചു, സന്തോഷ് സാറേ ഇതൊക്കെ തിയേറ്ററിൽ കാണിക്കാൻ പറ്റുമോ? അവിടെ പിന്നെ എന്താണ് പറ്റാതെ? അല്ല, കാരണം അയാൾ മനസ്സിലല്ല, സന്തോഷ് സാറിന് ഇങ്ങനെ മുൻഗാമികൾ ആരും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. കാരണം എന്നോട് എല്ലാവരും ചോദിക്കും, ഈ മനുഷ്യന് ഒരു 5 ലക്ഷം സിനിമ ചെയ്ത് ആരും മുൻഗാമിയായിട്ടില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ചോണം, ഫേസ്ബുക്കിൽ പൈസ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കിയ ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. അതും അപ്പോൾ ഇതൊക്കെ എല്ലാം 5 ലക്ഷം ചെയ്ത് വീട് വിറ്റ് സിനിമ എടുത്തവരെ പരിചയമുണ്ട്. പക്ഷെ 5 ലക്ഷത്തിന് എടുത്തവൻ ആരും ഇല്ല. സന്തോഷ് പട്ടിൻ്റെയും ചോദിക്കാനില്ല, റെഫറൻസ് ഇല്ല. ഡിജിറ്റലിൽ ചെയ്ത ആരില്ല, യൂട്യൂബിൽ ചെയ്ത ആൾക്കാരില്ല. പിന്നെ അവിടെ ഞാൻ ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ മെത്തേഡും എങ്ങനെയാണ് ഈ ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുക. കാരണം ഞാൻ കണ്ണാടി നോക്കി അവൻ എന്താ ഈ സന്തോഷ് പണ്ഡിറ്റിനെയൊക്കെ നായകനാക്കി ആര് കാണാനാണ് ഈശ്വര. അപ്പോൾ നമ്മൾ പുതിയ പുതിയ തന്ത്രങ്ങൾ അവിടെ പയറ്റേണ്ടിയിരിക്കുന്നു, മലയാളികളെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ കൂടുതലും സൈക്കോളജി ചെറുതായിട്ട് പഠിച്ചിരുന്നു. ചെറുപ്പത്തിലേക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് മിക്സ് ചെയ്തു എങ്ങനെ ഇവരിലേക്ക് എത്താം. പിന്നെയാണ് ഞാൻ നോക്കുന്നത് ഇവിടുത്തെ എല്ലാ ചാനലുകളെയും പഠിക്കുന്നത് ഇവരെന്താണ്, ഇവർ മുൻകാലങ്ങളിൽ ആരെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഇവർക്കൊന്നും ഇപ്പോൾ ഒരാളെ ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ക്വാളിറ്റിയുള്ള ആളുകൾ ഇവരധികം ഇൻ്റർവ്യൂ ചെയ്ത് കാണില്ല. ഇവർക്ക് എന്ന് പറഞ്ഞാൽ MP ആണ്, MLA ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചു, നടൻ, നടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവാദപ്പെട്ടവൻ. പിന്നെ ഇവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാർ പറയുമെന്നറിയും. അത്യാവശ്യം ഒരു പാവപ്പെട്ടവൻ എന്തൊക്കെ ചെയ്തു വന്നാൽ ഈ എങ്ങനെയാണ് അങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് എഡ്വേർട്സ് എന്നൊക്കെ വിളിക്കും. കാരണം അവൻ്റെ നിന്ന് കൈക്കൂലി കിട്ടാത്തതിൻ്റെ ദേഷ്യം ആങ്കർ തീർക്കും. ഞാൻ ഈ ചാനലുകാരെ പഠിച്ചൊരു കേസാണ്. ഈ ചാനലിൽ എങ്ങനെ നമുക്ക് കയറി പറ്റാം, അവിടെ സന്തോഷ് പണ്ഡിറ്റ് ചില മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കനുസരിച്ച് ഇവരെല്ലാം കളിച്ചു വന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ചെസ്സ് കളിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്ര കഴിവുള്ള ചെസ് പ്ലെയർ ആണെങ്കിലും അതായത് എന്താണ് ചെസ്സിലെ ഒരു മൂവ്മെൻറ്റ് വെക്കുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. നിങ്ങളുടെ എതിരാളിയുടെ 8 മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ അവൻ അത് വെച്ചു, ഇത് വെച്ചു, അവിടെ ചെക്ക്, പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതാണ് ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണം. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഒരൊറ്റ കരുവിനെങ്ങനെ നീക്കുമ്പോൾ തന്നെ സന്തോഷ് പണ്ഡിറ്റ് വിചാരിച്ചിട്ടുണ്ട്, ഈ കരു നീക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയൊക്കെ വരിക, ഇവിടുത്തെ ജനങ്ങൾ എന്താണ്, ഇവിടുത്തെ ചാനലുകാരെന്താണ്, ഇവരെങ്ങനെ എന്നെ വിളിക്കും, എന്തിനെ വിളിക്കും, അപ്പോൾ ഞാൻ അവിടെ എങ്ങനെ പറയണം, എങ്ങനെ ചെയ്യണം, ഇത് തിയേറ്ററിൽ വന്നാൽ എങ്ങനെയായിരിക്കും വരിക. ബാക്കിയുള്ളവർ കൊല ഇംഗ്ലീഷ് സിനിമ പഠിച്ചു. സന്തോഷ് പണ്ഡിറ്റ് മലയാളികളെ പഠിച്ചു. സന്തോഷ് പണ്ഡിറ്റ് ഇവിടുത്തെ ചാനലുകാരെ പഠിച്ചു. ഇവരിതാണ്, ഞാനാണ് ശരി. 13 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ ലൈവിൽ നിൽക്കുന്നുണ്ടല്ലോ. അതോ ഇവരൊക്കെ ഇത്രയും കോടികൾ മുടക്കിയിട്ടല്ലേ. 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല കുട്ടികൾക്കും അല്ലേ, ഒരു MCOM-നും MSc-ക്കൊക്കെ ഒരു സീറ്റ് കിട്ടാൻ അവർ മാനേജ്മെൻറ്റ് കോട്ടയെ കൊടുക്കുന്ന പൈസയല്ലേ സന്തോഷ് പണ്ഡിറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആ ഒരു മൂവിയിലൂടെ എല്ലാവർക്കും യൂട്യൂബിൻ്റെ സാധ്യതകൾ മനസ്സിലായെന്നാണ്. അതിനുശേഷം പല കാര്യങ്ങളും വന്നു. പക്ഷെ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസ് വന്നു, ഒരുപാട് സിനിമ വന്നു, അതിന്റെ സാധ്യതകൾ ആളുകൾ മനസ്സിലാക്കി. സോ അതോടുകൂടിയാണ് അതാണ് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും കോടികൾ, അത് സത്യമല്ലേ. നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സിനിമ എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് വരുന്നവരെങ്ങനെയായിരുന്നു, ഇത് കുറേ കോടീശ്വരന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യം നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചവരല്ലേ മൊത്തം മലയാളികൾ. അതും ശരിയാണ്, ഏറ്റവും ചുരുങ്ങിയ വർഷം അല്ല അതിനുശേഷമല്ലേ ആർക്കും ചെയ്യാമെന്നൊരിത് വന്നത്. എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് പോലും അതിൽ നോ പറയാൻ പറ്റില്ലല്ലോ. അത്രയും കാലങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചെന്താണ് കോടികൾ മാത്രം. കാരണം ഇവർ 500 കോടി 25 കോടി 50 കോടി നമ്മൾ ഈ കോടികൾ കേട്ട് അയ്യോ നമുക്കൊന്നും പറ്റൂല കേട്ടോ, അതൊക്കെ ഇവർക്ക് മാത്രം. പക്ഷെ സന്തോഷം കൂടി നമുക്ക് ചെയ്തു നോക്കല്ലേ, എന്തോ സാധ്യത ഉറപ്പായിട്ടും സമൂഹത്തിന് വെച്ചു കൊടുത്തത്.
കാരണം നമ്മുടെ ഇവിടെ നിന്നാണ് തുടങ്ങിയെങ്കിലും നേരത്തെ ഇത് US-ലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ഉണ്ട്. അപ്പം അതെവിടെ നിന്നാണ് മനസ്സിലായെന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ കിട്ടിയില്ലായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഈ നമ്മൾ നെറ്റ് അന്നൊന്നും ഇത്രയും സ്ട്രോങ് ആയിട്ട് വരാത്തൊരു സമയമാണല്ലോ. അപ്പോൾ ഈ നെറ്റ് വന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു അതിന് ഒരുപാട് സാധ്യതകളുണ്ടെന്ന്. പക്ഷേ ഈ ക്യാമറ വന്നത് മുതലാണ് എനിക്ക് അതിനെ കുറച്ചും കൂടെ ധൈര്യം കിട്ടിയത്. ഈ ക്യാമറയാണ് ആദ്യം മനസ്സിലായത്. അതിന് എന്നിട്ട് എവിടെയൊക്കെ നമുക്കൊരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്ലാറ്റ്ഫോം ആ ക്യാമറയിലൂടെയാണ് വന്നത്. അന്നും എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ചില സെൻറ്ററിൽ അവർക്ക് തരാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ നെഗറ്റീവ് മാത്രമേ എന്നോട് വെച്ച് നെഗറ്റീവ് ആണ് ഇവിടെ എല്ലാം എടുത്തത്, നെഗറ്റീവ് എല്ലാം എടുത്ത്. അയ്യോ ഇവിടെ ഞങ്ങളവിടെ നെഗറ്റീവ് ഇത് നിങ്ങളത് പെർഫോം ചെയ്യുന്ന സാധനം ഇല്ല ഇവിടെ. എനിക്കങ്ങനെ കുറേ സെൻറ്റർ മിസ്സായിരുന്നു അന്ന്. ചില സെൻറ്റർ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവർക്ക് പെട്ടി കൊടുത്തില്ല എന്നുള്ള പ്രശ്നം. ഞാൻ എന്ത് പെട്ടി കൊടുക്കണം, ഞാൻ ഡിസ്ക് കൊടുക്കും. പക്ഷെ ഒരു സാധ്യതയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് അടുത്ത സ്റ്റേജ് OTT ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ AI കൂടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വേറെ ലോകമാണ്. ഒരു ആദ്യത്തെ സിനിമയിൽ ഞാൻ എവിടെയോ വായിച്ചു കേട്ടതാണ്, എന്തോ വണ്ണം കൂട്ടാനായിട്ട് കുറേ ഷർട്ടുകൾ ഇട്ടു. അത് സത്യമായിരുന്നോ? അതോ ഇപ്പോൾ ഒരു ഷർട്ട് ഇട്ടു? അന്നത്തെ കേസ് അങ്ങനെ ഒരു ഞാൻ വായിച്ചു കേട്ടു. അത് സത്യമായിരുന്നോ? അത് വെറുതെ ആൾക്കാർ എഴുതുന്നതാണ്. ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരുന്നു. നമുക്ക് വണ്ണം കൂട്ടാനായിട്ടാണോ എന്നറിയത്തില്ല. എനിക്ക് അന്നോ ഇന്നോ ഇപ്പം അറിയുന്ന വണ്ണേ ഉള്ളൂ. ഷർട്ട് ഊരാനും ഞാൻ തയ്യാറാണ്. ആൻഡ് വേറെ എനിക്ക് ഒരു സന്തോഷമുള്ളത്, ഞാനും ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ് ഇനീഷ്യൽ പീരീഡിൽ. അപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു പ്രശ്നം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പം ഒരിടത്ത് അറിഞ്ഞത് സന്തോഷ് പണ്ഡിറ്റ്ജിയുടെ ഈ സിനിമയിലെ നായിക പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു അനുഭവം എന്ന് ഒരു മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറയുകയാണ്, ഒരു വീട് പോലെ, എൻ്റെ സ്വന്തം വീട് പോലത്തെ ഒരു ഇതാണ്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി? കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അതുമാത്രമല്ല, പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടേതായ ഒരു കംഫർട്ട് ലെവലിൽ നിർത്തി സാറ്റർഡേ സൺഡേസ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ആ ചാരിറ്റിയുടെ ഭാഗം. ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു വന്ന കാര്യങ്ങളായിരിക്കും. ഡെഫിനറ്റ്ലി ഇത് പ്രവർത്തിക്കണമെങ്കിൽ അത് വളരെ എന്നെ ഒരു ഇംപ്രസ് ചെയ്തൊരു കാര്യമാണ്. അവരെന്ത് പറഞ്ഞാലും അതെ, അതൊരു ഭയങ്കര അവരുടെ അത് ഞാൻ പറയുന്ന അധികം ഈ +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും, MSc അല്ല MA ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ പഠിക്കുന്ന കുട്ടിയാണോ ഞാൻ പറയും, മോളെ വരുമ്പോൾ 2 ബുക്കൊക്കെ എടുത്ത് വന്നോട്ടോ. സന്തോഷമായിട്ടോ, അവർ റിലാക്സേഷന് വേണ്ടിയിട്ടായി അഭിനയിക്കാൻ വരുന്നത്. ഞാൻ പറയാൻ നടക്കൂലേ, ഇവിടെ വരണം എന്നറിയിട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെയാണ് സിനിമയുടെ സമയം. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ 7 മുതൽ 10 മണി വരെ. പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാ സീനും ഈ നായികയുടെ സീനല്ലല്ലോ വരിക. അപ്പോൾ ഞാൻ പറയും, മോളെ ഇനി വേറെ ഒരു വില്ലൻ്റെ സീനുണ്ട്, നീ അവിടെ ഇരുന്നോ. ഏതാണ്ട് എത്ര മണി? ഒരു 3 മണിയൊക്കെ ആവും. ശരി സന്തോഷേട്ടാ എന്ന് പറഞ്ഞ് പിന്നെ ഇവർ ഈ ഫേസ്ബുക്ക് ലൈവ് പോവുക, വാട്സപ്പ് കുത്തി കളിക്കാം. ഞാൻ പറയാൻ നടക്കില്ല, ഇരുന്ന് പഠിക്കും. അപ്പോൾ ഒരു കുട്ടി, സന്തോഷേട്ടാ രാവിലെ ആരെങ്കിലും പഠിക്കും? ഞാൻ വെച്ചാൽ എന്തേ രാവിലെ പഠിച്ച് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴും? ഓ നോ ഇഷ്യൂ, പഠിച്ചോ പറയും. അതിനുള്ള ബുക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു കാണും. അതേപോലെ ഞങ്ങൾ 14 പേരെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒറ്റ ഇതിൽ ഞാൻ തരില്ല. ആദ്യം ഞാൻ തിരിച്ച് ആദ്യത്തെ 7 ആൾക്ക് ഞാൻ തന്നെയൊക്കെ വിളമ്പിക്ക് കൊടുക്കാം. അധികം ആളില്ല, അതെല്ലാ പണി ഞാൻ എടുക്കുമ്പോൾ ഞാൻ ആളെ വെക്കുന്നില്ലല്ലോ. ഞാനൊരു ലോകഭിഷ്കനായതുകൊണ്ട് ഒന്നിനും ആളെ വെക്കില്ല. ആകെ ഞാനും ക്യാമറമാനുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ വെള്ളം ഭക്ഷണമൊക്കെ ഞാൻ തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ 7 പേർക്ക് ഞങ്ങൾ കൊടുക്കും. അടുത്ത സെറ്റിലായിരിക്കാം. ഞാൻ എന്തുകൊണ്ട് സെക്കൻഡിൽ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഷ്ടകാലത്തിൻ്റെ ഭക്ഷണം ഞാൻ തന്നില്ല. ഞാൻ വിചാരിക്കും ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റൊരു നമ്മൾ അതിഥികളല്ലേ, അവർക്കുള്ള ഭക്ഷണം കൊടുക്കേണ്ടത് വെച്ചാൽ അപ്പോൾ എല്ലാവരും ഹാപ്പിയാക്കി ഇവരെല്ലാവരും കഴിച്ചെന്ന് ഉറപ്പിച്ചിട്ടേ ഞാൻ സെക്കൻഡ് അങ്ങനെ ഭക്ഷണം കൊണ്ടുവരുന്ന കേസ്. നല്ല ഒരു തോട്ട് പ്രോസസ്സാണ്. എവിടെയൊക്കെയോ ഈ ചാനലുകളിലുള്ള ഈ ഒരു നെഗറ്റിവിറ്റി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ല അതാ ഞാൻ പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ മിമിക്രിക്കാരുടെ നിലവാരം അത് വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ എൻ്റെ ഒരു നായിക 2ാം ഘട്ടം ഞങ്ങൾ ഇരിക്കുക. ഇവിടെ ആദ്യം ഇവൾക്ക് ഭക്ഷണം കൊടുത്താൽ ഇവിടെ അവിടെ ഇരുന്നിട്ട് കുത്തി കളിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് വിളമ്പി തന്നൂടെ? ഞാനൊരു നായിക, ഈ ഒരു നായിക നനക്ക് ഞാൻ വിളമ്പി തന്നു വെച്ചു. അവനെ അങ്ങനെയാണ് നനക്ക് ഞാൻ വിളമ്പി തന്നു വെച്ചു. ഞാൻ വരാം. അങ്ങനെ കുട്ടിയൊക്കെ വിളമ്പിയൊക്കെ തന്നു. അപ്പോൾ അങ്ങനെ ഒരു 14 ദിവസം, അതായത് ഞാൻ പറയുന്ന ഇപ്പം ഒരു വീട്ടിൽ പോയ പതുക്കെ ആ വീട്ടിലെ സ്ത്രീയുമായിട്ടൊരു എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ തന്നെയാണ് ഭക്ഷണം അല്ല വീടൊക്കെ തീരുക. കാരണം നമ്മൾ വേറെ അവരെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ അപ്പോൾ എന്നോട് നായിക വയ്ക്കും, സന്തോഷമായിട്ട് എന്തിനാണ് ഫസ്റ്റ് തന്നെ ഫോട്ടോ എടുത്ത് വെക്കും. നമ്മൾ ചെറിയ പണിയുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അതൊക്കെ കുറച്ച് മാറ്റിയിട്ടൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ക്ലോസ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കണം. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് രാത്രി 9 മണിക്ക് ആദ്യം തന്നെ ഫസ്റ്റ് രാവിലെ 7 മണിക്ക് എടുത്ത ഫോട്ടോ നോക്കിയിട്ട് വേണം ഈ വീട്ടിലെ അറേഞ്ച്മെൻറ്റ്സ് പഴയതുപോലെ ആക്കി ഞാൻ തുടച്ചൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് വരാം.
അപ്പോൾ തുടക്കുമ്പോഴേക്ക് സ്ത്രീകൾ വരും, അയ്യോ സന്തോഷ് സാർ തുടയ്ക്കണമൊക്കെ ചോദിക്കും, എന്തോട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സഹകരണ എല്ലാ കാര്യവും ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഒരു ചായൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ചൂടുവെള്ളമാണെങ്കിലും അവിടെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ തന്നെ ഷൂട്ട് ഉണ്ടാവുക. സന്തോഷം ഏട്ടാ ചൂടുവെള്ളം, ഞാൻ പറയുന്നത് നിനക്ക് അവിടെ ഇൻഡക്ഷൻ കുക്കറിലടി, നിനക്ക് പോയിട്ടൊരു ചൂടുവെള്ളം ഉണ്ടാക്കിക്കൂടെ. എൻ്റെ വീട്ടിലുണ്ടാക്കാറില്ല, എൻ്റെ വീട്ടിൽ എന്താ ആണായി പോയി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ അമ്മ ഇങ്ങനെ നോക്കി ചിരിക്കിട്ടോ. അങ്ങനെ 14 ദിവസം കഴിഞ്ഞു. ഞാൻ എപ്പോഴും ആദ്യം ഒന്നും സംസാരിക്കില്ല, അവസാനം പോകുന്ന സമയത്ത് ഒരു ഫീഡ്ബാക്ക് എടുക്കും. ആണിനോടും പെണ്ണിനോടും ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചേട്ടൻ നിങ്ങൾ നേരത്തെ ഫീഡ്ബാക്ക് എടുക്കുന്നത് ഫസ്റ്റ് ഡേ എടുത്തുകൂടെ. ഞാൻ എടാ ഫസ്റ്റ് ഡേ എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നാളെ ഇയാളെ കാണണ്ടില്ലെന്ന് ചോദിച്ചാൽ അവർ പച്ചയ്ക്കൊന്നും പറയില്ല, മറ്റു വർക്കൊക്കെ കഴിഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഇനി എന്നെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ അവർക്ക് ഒരു ഫ്രീഡം കിട്ടിയല്ലേ. എങ്ങനെയുണ്ടായിരുന്നു സെറ്റ്? സത്യസന്ധമായി പറഞ്ഞു, ഒരു പട്ടാള ക്യാമ്പിൽ അങ്ങനെ ഇറങ്ങി 14 ദിവസം പട്ടാള ക്യാമ്പിൽ നിന്ന് പോകുന്നവരുണ്ട്. അപ്പോഴാണ് അവളെ അമ്മ പറയുന്നത് അത് കഴിഞ്ഞ് പോവാ. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം ആ കുട്ടികളുടെയൊക്കെ അമ്മ വിളിച്ച് പറയും, സന്തോഷ് സാറേ എൻ്റെ മോൾ അങ്ങ് മാറി. പണ്ടെങ്ങനെ സ്ഥിതി അറിയോ, ഇവിടെ കോളേജ് എടുത്താൽ 8 വരെ കിടന്നുറങ്ങും, 9 മണി വരെയൊക്കെ എണീക്ക് എൻ്റെ കഞ്ചൻ വരുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നേരെ ഓടിയാൽ കോളേജ്. ഇപ്പോൾ എൻ്റെ മോൾ 6 മണിക്ക് എണീക്കും. കാരണം ഇവിടുത്തെ ഷൂട്ടിംഗ് സമയം 7 മണിയായതുകൊണ്ട് ഇത് 14 ദിവസം 5 മണിക്കേ ഞാൻ വിളിക്കും, എണീച്ചോ, പോയി കുളിക്ക്, എണീച്ചോ, അവിടെ കിടന്ന് ഉറങ്ങിയോ, അല്ല ഞാൻ എണീച്ചു. അമ്മയെ അവൾ എണീച്ചോന്ന് ശരിയാണോ, ശരിയാണ് സന്തോഷ് സാർ, കാരണം 5 മണിക്ക് റെഡി ആയാലും അവിടെ മേക്കപ്പ് മാൻ 6:15 വരും. ഈ റൂട്ടീൻ വന്നു. എന്നിട്ട് എന്നോട് 6 മണിക്ക് എണീച്ചിട്ട് എൻ്റെ മോൾ ജീവിതത്തിൽ ആദ്യമായി അമ്മയെ ഞാനെന്ത് സഹായിക്കണോ, ഇത്രയും കാലം ഇവൾക്കും ഇവൾ അനിയത്തിക്കും ഭർത്താവിനും വേണ്ടി, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ആശ്രീവ റെഡി, എന്നും സഹായിക്കുന്നതിനാൽ ഈ 2 മക്കളും ഒന്നും അമ്മ ഇങ്ങനെ നേരത്തെ എണീച്ച് ചെയ്യില്ല. എന്നോട് ഞാനൊന്നും പറയണ്ട, അമ്മയെ ഞാനെന്ത് സഹായിക്കണോ. എൻ്റെ മോൾ ചോദിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ അച്ഛനെയൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അച്ഛൻ ചോദിക്കേ നീ വിളമ്പി തരാമൊക്കെ, അതിനിപ്പോൾ എന്താ അച്ഛനെ വിളമ്പി കൊടുക്കുന്നത് തെറ്റുണ്ടോ. അപ്പോൾ അമ്മ പറയാം, സന്തോഷ് സാറിന് അവിടെ സെറ്റിൽ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ മോളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ കെട്ടിച്ചു കൊടുത്താൽ ഈശ്വര ആ വീട്ടിൽ നിന്ന് എനിക്ക് തെറിയായിരിക്കുമല്ലോ കേൾക്കുക. ഈ അച്ഛനും ഒന്നും പഠിപ്പിച്ചില്ലേ. ഇപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ എൻ്റെ മോളൊന്ന് കെട്ടിച്ചു കൊടുക്കാം, കാരണം ആ വീട്ടിൽ പോയവൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. ഡിസിപ്ലിൻ എന്താണെന്ന് പഠിച്ചു. മറ്റേ 2 മണി വരെ രാത്രി ആയാലും മൊബൈൽ കുത്തി കളിക്കില്ല. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, അവളൊരു 10-11 മണിക്കിനെ കിടക്കും. അങ്ങനെ പിന്നെ അത് ഡേ ടൈമിൽ പഠിക്കാൻ തുടങ്ങി. ഇതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്താണല്ലോ. ഡേ ടൈമിൽ പഠിച്ചാൽ എന്ത് ആകാശം ഇടിഞ്ഞ് വീടുന്നൊക്കെ ചോദിച്ചില്ലേ. ഇപ്പോൾ എൻ്റെ മോള് പ്രൊജക്റ്റൊക്കെ ഡേ ടൈമിൽ ചെയ്യുന്നു. അപ്പം ഞാനധികം ഒന്നും പറയണ്ട, 14 ദിവസം നിങ്ങളെ ഈ വർക്കിൽ. പക്ഷേ അതേസമയം ഒന്നുകിൽ ഓണം ക്രിസ്മസിനൊക്കെയാണ് ഇത്തരം കുട്ടികൾ എടുക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ ലീവ് എടുക്കാം. വരുന്നവർക്കൊന്നും ഇനി 1 മാസം 2 മാസം ഞാൻ എത്ര ലീവ് എടുക്കാറില്ല. ഞാൻ എടുക്കണ്ട, ശനി ഞായർ എടുക്കാം. പിന്നെ ഒരു സിനിമയിൽ എൻ്റെ ക്യാമറമാൻ്റെ ക്ഷമ പോയി. എല്ലാ ശനിയും ഞായർ അവളോട് ലീവ് എടുക്കാൻ പറ. ഞാൻ പറഞ്ഞു അവൾ ലീവ് എടുക്കാൻ റെഡിയാണ്. പിന്നെ എന്താണ് ഇത്, എത്ര ഇത് നമ്മളിതെന്ന് വെച്ചാൽ കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല സന്തോഷ് സാറേ. എടാ അവൾ ലീവ് എടുക്കണ്ടേ, വേണ്ട. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, സിനിമ ഇന്ന് വരും നാളെ പോകും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ് പ്രധാനം, മനസ്സിലായില്ലേ. നാളെ ഒരു ജോലിക്ക് പോയാൽ എന്താ ചോദിക്കുക, സാർ ഞാൻ 5 സിനിമയിൽ അഭിനയിച്ചു. എന്ത് സിനിമയിൽ അഭിനയിച്ചു, എൻ്റെ വിദ്യാഭ്യാസം എന്താണെന്നല്ലേ ചോദിക്കുക. അപ്പോൾ ഞാൻ SLC തോറ്റു, +2 തോറ്റു, ഡിഗ്രി തോറ്റു എന്നാണോ പറയാം. അവനവന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ ഒരു ജോലി കിട്ടുന്നുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. വ്യത്യസ്ത കഥാപാത്രം തന്നെയാണ് കേട്ടോ സന്തോഷ്. ഒന്നും തന്നെ പറയാനില്ല. പക്ഷെ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇല്ല, ഒട്ടും തെറ്റില്ല, കറക്റ്റാണ്. അല്ലാതെ നിങ്ങളൊരു മോഡലാണ്, കാര്യം മാത്രം ചിന്തിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു അപ്രോച്ചസ് വളരെ മറ്റുള്ളവരുടെ ആംഗിളിലൂടെ കാര്യങ്ങളെ കാണുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് ഒരുവിധ ഏത് മനുഷ്യരും 10 ദിവസം സന്തോഷ് പണ്ഡിറ്റിൻ്റെ കൂടെ ജീവിച്ചോ, ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം എന്തൊക്കെയോ ചില സ്വഭാവങ്ങൾ മാറാൻ നിർബന്ധിതരാവും. കാരണം പിന്നെ എല്ലായിടത്തും നമ്മൾ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. പിന്നെ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കേണ്ട, കാസ്റ്റിംഗ് കൗച്ചിനെ എങ്ങനെ കാണുന്നു, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചിരുന്നു എന്നോട്. ഞാൻ പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് ശരിയെന്നോ തെറ്റെന്നോ ഞാൻ പറയുന്നില്ല. പല സ്ത്രീകളും 20 വർഷം മുമ്പ് എന്നെ മറ്റവൻ പീഡിപ്പിച്ചു, ഇവൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഇത് ശരിയും തെറ്റോ എന്ന് വെച്ചാൽ ഞാൻ ഗുണമുണ്ടോയെന്ന് വെച്ചാൽ ചെറിയൊരു ഗുണമുണ്ട്. കാരണം പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാം. എന്താണ് സീരിയൽ, എന്താണ് സിനിമ, അല്ലേ, എന്താണ് അങ്ങനെ മോഡലിങ്ങിന് പോകാമെന്ന് പറഞ്ഞതാണ്. ഈ രംഗത്തേക്കേ വരുമ്പോൾ എന്താണ് കാരണം നമ്മൾ മുൻഗാമി പറയുന്നതാണല്ലോ, എന്നെ മറ്റവൻ പീഡിപ്പിച്ചു, ഇവൻ പീഡിപ്പിച്ചു, 20 കൊല്ലം കൊണ്ട് പീഡിപ്പിച്ചവരെ ലിസ്റ്റൊക്കെ പറയുമല്ലോ. അപ്പോൾ ശരിക്കും അത് നിങ്ങൾ സീരിയസ്ലി ആയിരുന്നുവെങ്കിൽ പീഡിപ്പിച്ച ഉടനെ പറഞ്ഞാലല്ലേ നമുക്ക് മെഡിക്കൽ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം 20 കൊല്ലത്തിന് ശേഷം എന്നെ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് ഇത് സാങ്കേതികമാണ്. അല്ല, നമുക്ക് ആ സമയത്ത് ആ നടനെ തെറി വിളിക്കാം, സംവിധായകനെ തെറി വിളിക്കാം. അപ്പോൾ അയാൾ പറയേ അങ്ങനെയൊന്നുമില്ല, അവൾ വേറെ എന്നോട് പൈസ ഇട്ടാനാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് കേൾക്കേണ്ടി വരും. പക്ഷേ
ഈ സൈഡിൽ നിൽക്കുന്നവർക്കറിയാം ഈ പെൺകുട്ടി പറയുന്നത് ശരിയാണ്. അതായത് തൻ്റെ പിൻഗാമികൾക്ക് ഒരു റെഫറൻസാണ് പീഡിപ്പിച്ച കഥ പറയുന്നത്. ആ കാര്യത്തിൽ ഗുണമുണ്ടെന്നുണ്ട്, വേറൊരു ഗുണമില്ല. ഇനി നിങ്ങൾ ചോദിക്കും ആ ദിവസം എന്തുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞില്ല? ആ പെൺകുട്ടി പറഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി ആരും വിളിക്കൂല. ഇപ്പോൾ ഒരു പെൺകുട്ടി ആദ്യമായിട്ടൊരു സിനിമയിൽ വരുന്നു, അതിന് പീഡനം ഏറ്റു, അത് പറയാൻ ഇവൻ എന്നെ ഇതിലെ 4 പേര് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേന്ന് വിചാരിച്ചു. പിന്നെ പെൺകുട്ടീൻ്റെ ജീവിതകാലം ആരും വിളിക്കൂല, അവളെ ഇതിനൊന്നും കിട്ടൂലല്ലേ എന്നാൽ വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ 20 കൊല്ലം ആകുന്നു, പിന്നീട് നമുക്ക് വർക്കില്ല, ഇനി ആരും വിളിക്കുന്നില്ല, ദേഷ്യം പിടിക്കുന്നു. നമ്മൾ പ്രസ് മീറ്റ് ചെന്നിട്ട് അതെ എന്നെ 20 കൊല്ലം ഇന്നവരൊക്കെ പീഡിപ്പിച്ചിട്ടോ, ഏതായാലും എനിക്ക് വർക്കില്ലല്ലോ, ഇനിയിപ്പോൾ ഇവൻ ഇത് കേട്ട് ഇന്നെ വിളിച്ചില്ലെങ്കിൽ തിരക്കിടില്ല എന്ന് വെച്ചു. അതാണ്. അപ്പോൾ പുതുതായി വരുന്നവർക്കൊരു ഗുണമാണ്. ഈ പെൺകുട്ടിക്ക് ഗുണമില്ല, പീഡിപ്പിച്ചവനും ഗുണമില്ല എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് തെറ്റൊന്നോ ശരിയെന്നോ പറയാനില്ല, ഞാൻ പറയുന്നു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു ചെക്കൻ്റെ കൂടെ അവളുടെ ഇഷ്ടത്തോടെ പോകാമെന്ന് ഇന്ത്യൻ പിന്നൽ കോഡിൽ പ്രകാരമുണ്ട് അല്ലേ? അതെ അതെ, അവളുടെ ഇഷ്ടത്തോടെ. അപ്പോൾ ചിലരിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന എന്നെ പീഡിപ്പിച്ച് ഒരു റോള് തന്നില്ല. എനിക്ക് ആ ന്യൂസൊക്കെ വായിക്കുമ്പോഴേ എനിക്ക് ചിരി വരും. ഇവരെങ്ങനെയായിരിക്കും കോടതി ചെന്ന് പറയാം ചേട്ടാ ഇയാൾ എന്നെ പീഡിപ്പിച്ചതിനൊക്കെ തെളിവ് ശരി, അവൻ പറയുകയാണ് അവളെ താല്പര്യത്തോടെയാണ്, പക്ഷെ ആൾ എനിക്ക് ചാൻസ് തന്നില്ല. ഇത് ചീറ്റിംഗ് കേസാണ്, ഇത് പീഡന കേസിലല്ല വരിക, ചീറ്റിംഗ് കേസാണ്. കാരണം അവളുടെ സമ്മതത്തോടെയാണ് അത് നടന്നതെന്ന് ഇവൻ ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടി പറയുന്നതിലെ ലോജിക്ക് എന്നാണ്. അപ്പോൾ അധികം പീഡിപ്പിച്ചു എന്ന് സ്പോട്ടിൽ പറയാതെ വന്ന പല ആളുകളും യഥാർത്ഥത്തിൽ വിഡിത്തമാണ്, ഇതൊക്കെ കേസ് തള്ളിപ്പോവാട്ടോ ചെയ്യാം, ഞാൻ മനസ്സിലാക്കാം.